നമസ്കാരം. മലയാളി എന്താ ഇങ്ങനെ എല്ലാവർക്കും സ്വാഗതം. ഓട്ടം മുട്ടിയ നീഞ്ചി ഇലക്ട്രിക് ഓട്ടോ എന്തൊക്കെയായിരുന്നു? സ്കൂൾ കുട്ടികളുടെ കുടുക്കപ്പണം തട്ടിയ കൊക്കോണിക്സ് ലാപ്ടോപ്പ്, യാത്രക്കാരില്ലാത്ത കേരള സവാരി ആപ്പ്, പ്രഖ്യാപനത്തിലൊതുങ്ങിയ കെ വാക്സിൻ, സിനിമ കളിക്കാത്ത കേരള OTT, തുടക്കത്തിൽ തന്നെ വൻ പരാജയമായ പാളിപ്പോയ കെ സ്റ്റോർ, ആപ്പീസ് പൂട്ടിയ കെ റെയിൽ, തള്ളിയൊതുങ്ങിയ കെ ഫോൺ, കടമെടുക്കാൻ തട്ടിക്കൂട്ടിയ കിഫ്ബി, പൊട്ടിയ പ്രവാസി ചിട്ടി, 6 മാസത്തെ പ്രവാസി ശമ്പളം. കെയിൽ തുടങ്ങുന്ന ഉഡായിപ്പുകളുടെ ലിസ്റ്റാണിത്. കെ ഇല്ലാത്ത ഉഡായിപ്പുകളുടെ ലിസ്റ്റ് വേറെയും ഉണ്ട്. ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ തട്ടിപ്പുകളും തള്ളുകളും ഒക്കെയായി ഇതുവഴി ഇനിയും വരരുതേ എന്നാണ് ജനങ്ങളുടെ ഒരു പ്രാർത്ഥന. കാരണം കാരണഭൂതനും കൂട്ടരും വന്ന് ഭരിച്ച് ഇനി ഒന്നുമില്ല കേരളത്തിൽ. ഇനി വാക്കിൽ മാത്രം ഒതുക്കാത്ത ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ചില പദ്ധതികൾ കൂടി നോക്കാം. പക്ഷെ അത് നമ്മുടെ പിണറായി വിജയന്റെ അല്ല കേട്ടോ. 40 കൊല്ലം മുടങ്ങിക്കിടന്ന കൊല്ലം ബൈപ്പാസ്, സ്വപ്നത്തിൽ പോലും നടക്കില്ല എന്ന് കരുതിയ ആലപ്പുഴ ബൈപ്പാസ്, 6 വരിയിൽ ചീറിപ്പായാൻ ദേശീയപാത 66 വികസനം, അഴകായി മൂന്നാർ ബോഡിമേട്ട്, അരിക്കൊമ്പൻ ഹൈവേ, പാലക്കാട് IIT, കൊച്ചി മെട്രോ വിപുലീകരണം, 35 ലക്ഷം മലയാളി കർഷക കുടുംബങ്ങളിലേക്ക് പ്രതിവർഷം 6000 രൂപയുടെ കിസാൻ സമ്മാൻ നിധി, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന വഴി സൗജന്യ റേഷൻ, ഡിജിറ്റൽ ട്രാൻസാക്ഷനിൽ ലോകത്ത് 1ാമത്, മുഴുവൻ കുടുംബങ്ങളിലേക്കും ബാങ്ക് അക്കൗണ്ട്, ഇൻഷുറൻസ്, കുടിവെള്ളം, ടോയ്ലറ്റ്, വീടുകൾ, പാവപ്പെട്ടവർക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ, കുറഞ്ഞ വിലയ്ക്ക് മരുന്നുകൾ, പ്രധാനമന്ത്രി ജൻ ഔഷധി വഴി കുറഞ്ഞ ചെലവിൽ ചികിത്സാ ഉപകരണങ്ങൾ. കേരളത്തിന് വേണ്ടത് നടക്കാത്ത ഇടത് ബദലല്ല, പകരം നടക്കുന്ന, വാക്കിൽ മാത്രം ഒതുങ്ങാത്ത മോദിയുടെ ഗ്യാരണ്ടിയാണ്. അപ്പൊ അങ്ങനെ വീണ്ടും കാണാം. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.